ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എലമെന്റ് സെലക്ടർ എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് CSS ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഒരു വെബ് പേജ് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഇൻലൈന് പറഞ്ഞു, അതേപോലെ തന്നെ ഇന്റേണൽ പറഞ്ഞു, അതേപോലെ എക്സ്റ്റേണൽ പറഞ്ഞു. ഇനി ഈ 3 മെത്തേഡിലേക്കും എങ്ങനെ നമുക്ക് CSS കോഡ് എങ്ങനെ ചേർത്ത് കൊടുക്കുന്നു എന്നതിനെ കുറിച്ചാണ്. കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞത് എങ്ങനെ വെബ് പേജിലേക്ക് CSS ചേർത്ത് കൊടുക്കുന്നു എന്നും, ഇനി വരുന്ന കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഈ CSS എങ്ങനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് CSS നമുക്ക് വിവിധ തരത്തിൽ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് നമ്മൾ CSS സെലക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഏതാണ്ട് നമുക്ക് 5 രൂപത്തിൽ നമുക്ക് CSS നമുക്ക് വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത് എലമെന്റ് സെലക്ടർ, രണ്ടാമത്തത് ID സെലക്ടർ, മൂന്നാമത്തത് ക്ലാസ് സെലക്ടർ, നാലാമത്തത് യൂണിവേഴ്സൽ സെലക്ടർ, അഞ്ചാമത്തത് ഗ്രൂപ്പ് സെലക്ടർ. ഇങ്ങനെ 5 രൂപത്തിലായിട്ട് നമുക്ക് വെബ് പേജിലേക്ക് CSS ചേർത്ത് കൊടുക്കാം. അതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് CSS എലമെന്റ് സെലക്ടർ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. CSS എലമെന്റ് സെലക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് HTML ടാഗ്, അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന CSSനെയാണ് നമ്മൾ എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. ഏതാനും കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞത് മുഴുവൻ എലമെന്റ് സെലക്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വെബ് പേജിലേക്ക് എലമെന്റ് സെലക്ടർ ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് H1 എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ നമുക്ക് കോഡ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. വെൽക്കം ടു എന്താണോ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് നമുക്ക് CSS ചേർത്ത് കൊടുക്കുന്നത് ഇന്റേണൽ CSS ആണ്. ഇന്റേണൽ CSS എന്ന് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടാഗിന്റെ പേര് എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടാഗിന്റെ അടിസ്ഥാനമായി ചെയ്യുന്ന CSSനെയാണ് നമ്മൾ ടാഗിന്റെ അടിസ്ഥാനമായി നമ്മൾ ചെയ്യുന്ന CSSനെയാണ് നമ്മൾ എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. ഒരു ടാഗിന്റെ അടിസ്ഥാനമാക്കി നമ്മൾ ഉപയോഗിക്കുന്ന CSSനെയാണ് നമ്മൾ എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ടാഗിന്റെ പേരാണ് H1. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന് കളർ എന്താണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്ത് കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിന് ഫോണ്ടിന് സൈസ് എത്രയാണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കോഡ് ഇവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ താഴെ നമ്മളൊരു B എന്നുള്ളൊരു ടാഗ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ചേർത്തു. അതിനുശേഷം ഈ B എന്നതും നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, B എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെന്താണോ CSS വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളൊരു കളറ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഫോണ്ട് സൈസ് എത്രയാണോ ഇതിന് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ടാഗിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന CSS, അതായത് ഓരോന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ H1 എന്ന് ഉപയോഗിച്ചപ്പോൾ അതിന് CSS നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ B എന്ന് ചേർത്ത് കൊടുത്തപ്പോൾ അതിന് നമ്മളിവിടെ CSS ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ടാഗിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന CSSനെയാണ് നമ്മൾ എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. ഇത് HTML ഒട്ടുമിക്ക ചില സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി വെബ് പേജിൽ എവിടെ നമ്മൾ H1 കൊടുക്കുകയാണെങ്കിലും അതിനൊക്കെ ഇതേ സ്റ്റൈൽ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുന്ന CSSനെയാണ് നമ്മൾ എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ID സെലക്ടർ ആണ്. ID സെലക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ടാഗിന് തന്നെ നമുക്ക് ഡിഫറെന്റ് സ്റ്റൈലുകൾ ചില സാഹചര്യത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾ ഇവിടെ നമ്മൾ 2 വിധത്തിൽ 2 ടാഗുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാമത്തത് ഓക്കെ, ഇവിടെ നമ്മൾ 2 ടാഗുകൾ ചേർത്ത് കൊടുക്കണം. ഒന്നാമത്തേത് നമ്മൾ H1 എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ താഴെ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ H1 വീണ്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇതിനെന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിന് താഴെ വീണ്ടും H1ൽ വേറൊരു ടെക്സ്റ്റും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമ്മൾ ഇവിടെ വന്ന് H1 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിന് CSS ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, കളർ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര കളറുകൾ നമ്മൾ ചേർത്ത് കൊടുത്താലും എല്ലാത്തിനും ഒരേ രൂപത്തിൽ തന്നെ ആയിരിക്കും CSS
വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ആദ്യത്തെ H1-നും കളർ റെഡ് ആയിരിക്കും, രണ്ടാമത്തെ H1-നും കളർ റെഡ് ആയിരിക്കും, മൂന്നാമത്തെ H1-നും കളർ റെഡ് ആയിരിക്കും. ഇത് നമ്മൾ സെപ്പറേറ്റ് 3 H1 കൊടുത്താലൊന്നും നമുക്കതിൽ മാറ്റം വരില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഓരോ ടാഗിനും നമുക്ക് സെപ്പറേറ്റ് ഓരോ ID ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ID ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വെബ്സൈറ്റിൽ ഒരു ID മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഉദാഹരണം ഞാനിവിടെ ഇതിന് നമ്മളിവിടെ വന്ന് ക്ലാസ് എക്സാമ്പിൾ ഞാൻ ഈ H1-ന് ഞാനിവിടെ വന്ന് ID ചേർത്ത് കൊടുക്കുന്നു. ID ഈക്വൽ ടു ഇതിന് ഡബിൾ കൊട്ടേഷനുള്ളിൽ ഞാൻ A എന്ന ID ചേർത്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ H1-ന് ഞാൻ ഇവിടെ അന്ന് ID ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് B എന്നും ID ചേർത്ത് കൊടുത്തു. മൂന്നാമത്തെ H1-ന് ഞാനിവിടെ വന്ന് ID എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് ഞാൻ C എന്നും ചേർത്ത് കൊടുത്തു. ഇങ്ങനെ നമ്മളിവിടെ 3 ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തതിന് ID Aയും, രണ്ടാമത്തിന് ID Bയും, മൂന്നാമത്തിന് ID Cയും ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ രണ്ടെണ്ണത്തിന് ഒറ്റ ID ഉപയോഗിക്കാൻ പാടില്ല. ഒരു വെബ് പേജിൽ ഒരു ID ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം അത് പ്രത്യേകം പറയുന്നുണ്ട്, അത് യുണീക്ക് ആയിരിക്കണം. അത് ഒന്നിൽ കൂടുതൽ തവണ ഒരു ആട്രിബ്യൂട്ട്സ്, അതായത് അല്ലെങ്കിൽ ഒരു ടാഗിന് നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. ID എല്ലാ സമയവും യുണീക്ക് ആയിരിക്കണം, അതായത് സിംഗിൾ ആയിട്ടായിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ID നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ID നമ്മൾ A ആണ്. അപ്പോൾ A എന്ന് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഹാഷ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ടാഗ് ഏതാണോ, ആ ID ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് നമ്മൾ ഒരു ഫോണ്ട് സൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റിൽ നമുക്ക് അതിന് എന്താണോ CSS കോഡുകൾ വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ID എന്ന് പറയുന്നത് B ആണ്. അതും ആഷ് ഇട്ടതിന് ശേഷം നമ്മൾ ആഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ B എന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കും എന്തൊക്കെയാണോ നമുക്ക് CSS കോഡുകൾ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഫോണ്ട് സൈസ് എന്താണോ വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് 2 IDക്ക് നമ്മൾ CSS ചേർത്ത് കൊടുത്തു. ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ IDക്കും നമുക്ക് ഇതുപോലെ CSS ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് C എന്ന് ഉപയോഗിച്ചു. അതിനുശേഷം നമുക്ക് ഇതിനും നമുക്ക് ഇതേ രൂപത്തിൽ എന്താണോ കളർ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഫോണ്ടിന് ഏതാണോ സൈസ് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ വെബ് പേജ് റണ്ണ് ചെയ്യുമ്പോഴും ആദ്യത്തെ H1-ന് നമുക്കിവിടെ വന്ന് റെഡ് കളറും, രണ്ടാമത്തെ H1-ന് ഇവിടെ ഗ്രീനും, മൂന്നാമത്തേന് നമ്മളിവിടെ ഇതേ രൂപത്തിൽ ഹെല്ലോയും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു വെബ് പേജ് നമുക്ക് വ്യത്യസ്ത ടാഗുകൾക്ക് അല്ലെങ്കിൽ ഒരേ ടാഗുകൾക്ക് നമുക്ക് പ്രത്യേകം പേര് ചേർത്ത് കൊടുത്ത് അതിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ID സെലക്ടർ ഉപയോഗിക്കുന്നത്. ഒട്ടനവധി എല്ലാ വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ID ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യുണീക്ക് ആയിരിക്കണം, അതായത് ഒരു IDയിൽ ഒന്നിലധികം ടാഗുകൾ വരാൻ പാടില്ല. എക്സാമ്പിൾ നമ്മളിവിടെ വന്ന് H1 ID ചേർത്ത് കൊടുത്തു, അതിനുശേഷം P എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരേ ID തന്നെ നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കരുത്. ഓക്കെ, P എന്ന് ചേർത്തതിന് ശേഷം ഇതിന് നമ്മൾ ഇതുപോലെ പ്രത്യേകം മുമ്പ് കൊടുത്ത അതേ ID തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തേത് എങ്ങനെ എലമെന്റ് സെലക്ടർ ഉപയോഗിക്കാമെന്നും അതേപോലെ രണ്ടാമത് എങ്ങനെ ID സെലക്ടർ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.